നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ പരമശിവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഭഗവാന്റെ ചില സന്ദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കണം. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് എന്ന കാര്യം ഓർക്കുക. ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശക്തമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ നിർണ്ണയിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും മാനസികപരമായി നേരിടുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല വിഷമതകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളും കൃത്യതയോടെ നേരിടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു പ്രയാസം തോന്നുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ വളരെ കരുത്തുറ്റതാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പരാമർശിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായും ശക്തമായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വരാനിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചും സത്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ സത്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പല കാര്യങ്ങളും സത്യങ്ങളും അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു മാറ്റമായി കടന്നു വരികയാണ്. ഈ സമയം ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധ ഈ കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില വെളിപ്പെടുത്തലുകൾ സംഭവിക്കുകയും ആ വെളിപ്പെടുത്തലുകൾ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല വെളിപ്പെടുത്തലുകൾക്കും സാക്ഷിയാകാൻ പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ശാന്തതയിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം കൃത്യമായ തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ചില സത്യങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യതയോടെ കടന്നു വരികയും ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ വിശ്വസിച്ചിരുന്നതായ പല കാര്യങ്ങളിലും ഒരു മാറ്റം ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങൾ കൊണ്ടും ഭയം നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പലവിധ ആഘാതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് നേരിടുവാൻ പ്രയാസപ്പെട്ടിരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. മനസ്സിനും ശരീരത്തിനും ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിസ്സാരമായി കണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ അടിത്തറ എല്ലാ കാര്യങ്ങളിലും അനുഭവഭേദ്യമാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ സമയം നിങ്ങൾ പടുത്തുയർത്തിയതായ വിശ്വാസം അത് നിങ്ങൾക്ക് തീർച്ചയായും കൃത്യതയോടെ
മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും വിഷമതകൾ നേരിടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം പോലുമുണ്ട്. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല നുണകളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അത് കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആഴത്തിൽ സ്പർശിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഭയാനകമായ പല സത്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കടന്ന് വരാവുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വഞ്ചന. അത്തരത്തിൽ ഒരു വഞ്ചന നേരിട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമായിരിക്കുന്ന വ്യക്തികളാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും മാറി മറിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം വഞ്ചനയുടെ ഒരു ഭാഗം മാത്രമായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഭീകരത അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുകയും അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ചതിക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതായ പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും മറച്ചു പിടിക്കുവാൻ സാധിക്കുന്നതല്ല. പല കാര്യങ്ങളും ജീവിതത്തിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും കൃത്യതയോടെ മനസ്സിലാക്കുവാനും യാദൃശ്ചികമായി പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കും. പല വ്യക്തികളുടെയും മനസ്സിൽ വളരെയധികം അസൂയ നിങ്ങളോടുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഇപ്പോൾ തീർച്ചയായും പല കാര്യങ്ങളും അവർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ താഴേക്ക് വലിച്ചിടുവാനുള്ള പല ശ്രമങ്ങളും അവർ നടത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. തകർക്കുവാനുള്ള വാക്കുകൾ പ്രയോഗിക്കുക, പല രീതിയിലും വഞ്ചനകൾ, ഇത്തരം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ആഘാതം സൃഷ്ടിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പ്രതിരോധിക്കുവാൻ വഴികളില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആന്തരികമായ ശക്തിയെ കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത് സമയമാണ്. പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാം. മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈ സമയം ദൈവാംശമായ ആത്മാവ് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും ഒരു രക്ഷ നൽകുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ്. അത് കൃത്യതയോടെ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ശക്തരാണ് എന്ന് കൃത്യതയോടെ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. പ്രതിസന്ധികളെ നേരിടുവാനും ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. ഈ സമയം ആത്മീയപരമായ ഒരു കവചം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ദേഷ്യം പോലുള്ള വികാരങ്ങളെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സങ്കടങ്ങൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ ഈ സമയം ചില വ്യക്തികൾ മൂലം എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാം എന്നൊരു തീരുമാനം എടുക്കുവാൻ സാധ്യത കൂടുതലായതിനാൽ അതിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പൂർണ്ണമായ കരുത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എപ്രകാരം നിങ്ങൾ പെരുമാറണം, എപ്രകാരം മുന്നോട്ട് പോകണം, ഇത്തരം നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഗുണകരമാക്കി തീർക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ തീർച്ചയായും പ്രതികരിക്കുകയാണ് എങ്കിൽ ആ വേദനകളിൽ നിന്നും
നിങ്ങൾക്ക് ഒരു മോചനം സിദ്ധിച്ചു എന്ന് വരാം. അതായത് പ്രതികരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അത് പ്രയാസമാണ് എങ്കിലും നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ്. പ്രതിസന്ധിയിൽ നിങ്ങൾ ഒരിക്കലും കീഴ്പ്പെട്ടു പോകുവാൻ പാടുള്ളതല്ല. പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുവാനും അപമാനം ഏറ്റാൽ പോലും അത് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതല്ല എങ്കിൽ നിങ്ങളെ അത് അപകടത്തിലേക്ക് നയിക്കുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ശാന്തമായി ചിന്തിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ബലഹീനതകളെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വിവേകം കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ തെറ്റ് എന്താണ് എന്ന് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും ചില കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. ഈ സമയം സന്ദേശം വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ സ്നേഹിക്കാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും കൃത്യതയോടെ സ്നേഹം നൽകുവാനും സാധിക്കും. ചില തെറ്റുകൾ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനൊരു മാറ്റം സംഭവിക്കാം. സ്നേഹിക്കാനുള്ള കഴിവ് അത് നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. വഞ്ചിക്കുവാനുള്ള തീരുമാനങ്ങൾ ആരെടുത്താലും അത് കൃത്യതയോടെ മനസ്സിലാക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളും പുറത്തറിയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരും എന്നുള്ളതാണ്. പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വേദനകൾ നിങ്ങൾക്കുണ്ടാകും എങ്കിലും അത് പലരും ആസ്വദിക്കുന്നുണ്ട് എങ്കിലും അതവർക്ക് കൂടുതൽ ആസ്വദിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദുർബലമായ അവസ്ഥയിൽ നിന്നും ഊർജം നിങ്ങളെ സംരക്ഷിക്കുന്നതായ സാഹചര്യമുണ്ട്. ആത്മാർത്ഥമായ കരുതൽ പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും പലരും മോശമായി സംസാരിച്ചു എന്ന് വരാം, വേദനിപ്പിച്ചു എന്ന് വരാം. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ എന്താണോ നേടിയെടുക്കേണ്ടത് അത് കൃത്യതയോടെ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നല്ലതാണ് എങ്കിലും മോശമാണ് എങ്കിലും ആ കാര്യങ്ങളെ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. വിലയേറിയ ഊർജം നിങ്ങൾക്ക് വേണ്ടി കൃത്യതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ നിശബ്ദത അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണം ചെയ്യും എന്നുള്ളതാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായ സാഹചര്യമില്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മടങ്ങിവരവ് ഉറപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ണീരിനെ പശ്ചാത്താപമായി കാണുവാൻ പാടുള്ളതല്ല. പല കാര്യങ്ങളെയും ഭയത്തോടെ കാണുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയ വഞ്ചനകൾ പലതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളിലും വാഗ്ദാനങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായ പല ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുവാനും സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വേദനാജനകമായ പല വിഷമതകളെയും തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. യഥാർത്ഥമായ സന്തോഷം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിലെ വളരെയധികം മോശമായ ചില കാര്യങ്ങൾ, വിഷലിതമായ ചില കാര്യങ്ങൾ, അതിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഒഴിവാക്കുവാനും കൃത്യമായ പാത നിങ്ങളിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം എന്നുള്ളതാണ്. ജീവിതം തീർച്ചയായും പൂർണ്ണ ശക്തിയിൽ ഒഴുകുവാൻ തുടങ്ങുന്ന സാഹചര്യമുണ്ട്. സമാധാനവും വിജയവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ആത്മവിശ്വാസം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്.
പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ആത്മവിശ്വാസം നിങ്ങൾക്ക് മുൻപിൽ ജനിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നീതി ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം വേദനയുടെ തീയിൽ നിന്നും കൂടുതൽ കരുത്തുള്ള വ്യക്തികളായി നിങ്ങൾ മാറും. യഥാർത്ഥമായ ഒരു വ്യക്തിയായി നിങ്ങൾക്ക് പുറത്തേക്ക് വരുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും നിങ്ങൾക്ക് കൃത്യതയോടെ മനസ്സിലാക്കുവാനും സത്യത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമാക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. ഒന്നിനു വേണ്ടിയും ഭയക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കരുത്താർജിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നോട്ട് വലിക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ചില സത്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾ ഭഗവാനിൽ അർപ്പിച്ച് നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്ന് പോലും മോചനം സാധ്യമാവുകയും നിങ്ങൾക്ക് കൃത്യതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പല വ്യക്തികളുടെയും ഒരു സ്വാധീന വലയത്തിൽ അകപ്പെട്ടിരുന്നു എങ്കിൽ പോലും അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യങ്ങൾ തീർച്ചയായും അവരുടെ ശക്തി പോലും ക്ഷയിപ്പിക്കുന്നതായ സാഹചര്യമായിരിക്കും രൂപപ്പെടുക. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം ശ്രദ്ധയോടെ കൃത്യതയോടെ തന്നെ നിങ്ങൾ മുന്നേറേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ എന്താണോ അത് കൃത്യതയോടെ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില വ്യക്തികൾ പുറകോട്ട് വലിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങൂ.